അല്ല, മോനിപ്പോഴും കുപ്പിപ്പാലാണോ കുടിക്കണേ? ഇത് കുപ്പിപ്പാലൊന്നും അല്ല, ഇതെന്റെ പ്രോട്ടീൻ പൗഡറാ. ഞാൻ ഈ ശരീര സൗന്ദര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കുന്ന ആളാണ്. മസിൽ കണ്ടില്ലേ? എന്റെ മോളുടെ ഭാഗ്യം. ഉള്ളത് പറയാലോ, ഈ മസിലൊന്നും നോക്കണ്ട, എന്റെ മോൻ ആളൊരു പാവ. അത് മാത്രല്ല വേറെ ദുശീലങ്ങളും ഇല്ല. എന്റെ മോളുടെ ഭാഗ്യം. ഇയാൾ സേവ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇവിടെ കൂടെ പറയാനായിട്ട്. പെണ്ണ് കാണുമ്പോൾ പതിവല്ലേ പറയട്ടെ. അല്ല, ഇവനേതാ? ഇതെന്റെ കൂട്ടുകാരന്. ഞാൻ എവിടെ പോയാലും ഇവനെ കൊണ്ടേ പോകത്തുള്ളൂ. എനിക്ക് ഒടുക്കത്തെ ഐശ്വര്യ. പേര് ഫിലിപ്പ്. ദേ കുരിശൊക്കെ ഉണ്ട്. കുരിശാവായിരുന്നാ മതി. എന്താ ഒരു സംസാരം? അല്ല, അച്ഛനെ മോന് ഇഷ്ടായെന്ന് പറഞ്ഞതാ. അച്ഛനെ അല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്, മോളെയല്ലേ? അതെ അമ്മാവ, അതായത് ഈ അച്ഛനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു നാട്ടു നടപ്പ്. അങ്ങനെ പറഞ്ഞു. എന്നാ പിന്നെ മോളെ വിളിച്ചാലോ? നിക്കുക. എന്താ നക്ഷത്രം? മൂലം. അച്ഛന്റെ അല്ല, മകന്റെ. മോനും മൂല. അല്ല അമ്മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അച്ഛനും മകനും മൂലം കാര്യങ്ങൾ സ്മൂത്തായിരിക്കും. സമാധാനായി. അല്ല, ഈ ആളങ്ങനെ വെളിപ്പെടുത്തിയില്ല. ഇത് ഞങ്ങളുടെ അമ്മാവനാണ്, ജോത്സ്യനുമാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മാവനാണ്. പേര് സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ഈ കല്യാണം ഞാൻ ഇങ്ങോട്ട് എടുക്കുക. ഞങ്ങള് പോട്ടെ. അവിടെ ഇരിക്കും. അല്ല അമ്മാവ, കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാവട്ടെ. മോളെ ലക്ഷ്മി, ചായ ഒന്നല്ലോ. മോളെ അച്ഛന് ചായ കൊടുക്ക്. അതൊക്കെ എടുത്ത് കഴിക്കട്ടോ. പുഴുങ്ങിയ മുട്ട കാണൂ. അമ്മേ, അല്ല മോനെ ഓംലെറ്റ് മതിയോ? അയ്യോ, ഓംലെറ്റ് ഞാൻ കഴിക്കില്ല, സോറി മാം. മിണ്ടാതെ ചായ വാങ്ങടാ. ഓക്കെ ഡാഡ്. ഐശ്വര്യത്തിനും കൊടുക്ക്. ആയിക്കോട്ടെ. അമ്മാവനും കൊടുക്ക്. കഴിക്കട്ടോ. എടുത്തെടുത്ത് വരണം. മോളുടെ പഠിത്തമൊക്കെ എന്തായി? ഇനി എക്സാം കൂടെ കഴിയാനുണ്ട്. പഴം പുഴുങ്ങിയ പോലെ ഇരിക്കാണ്ട് എന്തെങ്കിലും ചോദിക്കും. അല്ല, ഈ എക്സാമിനൊക്കെ കോപ്പി അടിക്കാറുണ്ട്. കോപ്പിയോ? നശിപ്പിച്ചു. അല്ല, ഇനി കോപ്പി അടിക്കുകയാണെങ്കിൽ കോപ്പി അടിക്കാതെ എക്സാം എഴുതി പാസ്സാവണം. അല്ല, മോനെന്തോരെ പഠിച്ചു? ഞാൻ ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് ബിഫോർ +2 പോയപ്പോ ആഫ്റ്റർ 10ാം ക്ലാസ് ഇങ്ങനെയൊക്കെ. ഏത് യൂണിവേഴ്സിറ്റിയില്? യൂണിവേഴ്സിറ്റിയിലൊന്നും കാര്യമില്ല. കാശ് പിന്നെ 4 മൊത്തം 6 ജിം. 6 ജിമ്മിന്റെ പിന്നെ കാലത്ത് ഒന്നും പേടിക്കാനില്ല. പിന്നെ ജോത്സ്യനും ആവാം. ഈ ഫീൽഡ് ജോത്സ്യന്മാർ കുറവാ. നോക്കാം. അച്ഛാ, സംസാരിക്കാൻ. മോളുടെ വിളിയായിട്ട് അറിയാം, ചെറുക്കനായിട്ട് സംസാരിക്കാനുള്ള സമയമാണ്. ഞാനും ആ വിളിക്കായി കാത്തിരിക്കുമായിരുന്നു. അതെ അമ്മാവ, ഇപ്പൊ ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ പറ്റിയ സമയമാണോ? എടാ, നല്ല സമയാ. എന്നാ സംസാരിച്ചോട്ടോ. ഇവനോടെ പോവാ. അല്ല, എന്റെ ഐശ്വര്യം അവിടെ ഇരിക്കാ. നീ പോടാ. നീ ചെല്ല്. കഥ കിടക്കണോ അച്ഛ? കഥ കിടക്കണ്ട. നല്ല ചായ. ബിസ്ക്കറ്റ്. എന്തൊരു കുലീനതയുള്ള പയ്യൻ. എന്റെ മോളുടെ ഭാഗ്യം. സത്യം. നല്ല മുറി. ഇതെന്റെ 3ാമത്തെ പെണ്ണ് കാണല്. കഴിഞ്ഞ തവണ കണ്ട 2 പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ഇഷ്ടപ്പെടാഞ്ഞേ? അത് നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോ മസിലൊക്കെ പെരുത്ത് കയറത്തില്ലേ? എവിടെ? ഇവിടെ. ഓ, എന്നിട്ട് എന്നെ കണ്ടപ്പോ മസിൽ പെരുത്ത് വന്നോ? നോക്കിയേ. ഓ, ഇത്രയും വന്നോ? അയ്യോ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ പൊന്നു മോളെ, നിനക്ക് പ്രേമം മാറ്റുണ്ടെന്ന് മാത്രം പറയല്ലേ, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വേണ്ടെന്ന് വെക്കാം. എന്തിന്? ചേട്ടൻ എന്നെ ഒന്ന് രക്ഷിക്കണം. എങ്ങനെ? അത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്തോന്ന്? കല്യാണം കഴിഞ്ഞാ പിന്നെ എന്റെ പെണ്ണിനെ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുമോ? സംശയാണല്ലേ? എടാ, എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ഒളിച്ചോടിയല്ല. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ?
എടാ പെണ്ണുകാളിലല്ലേ ആയിട്ടുള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ പോകുന്നതല്ലേ നല്ലത്. അത് എല്ലാവരും ഇറങ്ങിയ ആ എന്നാ നീ പോയി അടുക്കള വാതിൽ ഓർക്ക്, ബാക്കി അകത്തുവച്ച് പ്ലാൻ ചെയ്യും. അകത്താ. അതെങ്കിലും നടക്കട്ടെ. എടാ വേഗം കേറ്. അപ്പൊ അതാണല്ലേ പ്രശ്നം. ഉം. എന്നാ പിന്നെ നിനക്ക് അവൻ്റെ കൂടെ അങ്ങ് പോകാൻ വയ്യായിരുന്നാടി. ഞങ്ങള് പോവാൻ പ്ലാൻ ഇട്ടതാ, പക്ഷെ അപ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റു. ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. നിങ്ങൾ പോവോ പോവാതിരിക്കോ എന്ത് വേണേലും ചെയ്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്ന് പതുക്കെ പറ. അതിനിപ്പോ ഞാൻ എന്തോ വേണം? അത് ഒന്ന് പറയടി, എന്താ? ഇന്നലെ രാത്രി അവനോട് വന്നിട്ട് ഈ മുറി വിട്ട് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഉടലൊക്കെ എവിടെ? അല്ല മോനെന്തേ തറയിൽ കിടക്കണേ? അതെ അച്ഛാ, ഞാൻ ജിമ്മാന്ന് പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ല. ഉഷപ്പടിച്ചു കൊടുക്കുക. എത്രയാ പറഞ്ഞേക്കുന്നേ? 100. ഇപ്പൊ എത്രയായി? പറഞ്ഞു കൊടുക്കടി. എത്രയാണ്? 96, 96, 97, 98, 99, 100. കൊള്ളാം മോനെ, എന്റെ മോളുടെ ഭാഗ്യം. ഞാൻ ജയിച്ചേ. നീ 96 പറഞ്ഞ നന്നായി. 50 കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൂച്ചിപ്പോയനെ. അയ്യോ ചേട്ടാ, സമയം കളണ്ട് ഇവനെങ്ങനെയെങ്കിലും ഒഴിവാക്കിത്താ. ഞാനെന്തിനു ഒഴിവാക്കുന്ന? ഞാനേ നിങ്ങളാരും അവിടെ ചെന്ന് പറയാൻ പോകും. അവരടുത്ത് തരും നിങ്ങളുടെ 2 കല്യാണം. അയ്യോ അവരോടൊന്നും പറയല്ലേ പ്ലീസ്. ഞാൻ പറയും. അപ്പൊ ചേട്ടൻ ഞങ്ങളെ രക്ഷിക്കില്ലേ? ഇല്ല. എന്നാ ചേട്ടനെ ജയിലിൽ പോകാൻ റെഡി ആയിക്കോ. എന്തിന്? പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ പീഡിപ്പിച്ച കേസില്. സെക്ഷൻ 2255 സവാരി ഗിരിഗിരി. ഞാൻ 1-ാം സാക്ഷി. നിങ്ങൾ 2 പേരും ഇവിടെ കിടന്ന് എന്താ കാണിച്ചു? ഞാനെന്തിനാണ് ജയിലിൽ പോണേ? എന്നാലേ സമയം കളയാണ്ട് ഇവനെ ഒഴിവാക്കി തരാൻ നോക്ക്. അതെ, ഈ മസിൽ മാത്രമേ ഉള്ളല്ലേ? എന്താടാ നീ ഇതിന്റെ കൂടെ വേറെ വല്ലതും കാണുന്നുണ്ടോ? വേറെന്താണ്? നിങ്ങളിങ്ങനെ വെറുതെ സമയം കളയല്ലേ, എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. യെസ് നീ സാക്ഷി പറയുന്ന ഉറപ്പാണോ? യെസ് ഓഫ് കോഴ്സ്. എന്നാലേ നിങ്ങൾ 2 പേരും ഞാൻ എങ്ങനെയും വെളിയിറക്കും. ഞാൻ എത്ര മണ്ടൊന്നും കരുതണ്ടോ? 1 മിനിറ്റ് പോയിട്ട് വരാം. കാമദേവ. അയ്യോ, കുറച്ച് നാള് ഞാൻ പഞ്ചാബിലായിരുന്നു. അവിടെ നമ്മുടെ കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ മോനെ? എന്തോ ചേടാ? അവനോ? അല്ല അവള്. അവളോ? ഞാനും നീ ഉണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് കുറച്ചുകൂടെ ഉള്ളൂന്ന് സംസാരിക്കണം. അത്രേ ഉള്ളോ? സംസാരിച്ചോ ചെല്ല്. എടാ നീ അച്ഛനെ വീട്ടിൽ പോയിക്കോ. എവിടേക്ക്? നിങ്ങളും പോയിക്കോ. മോനെ ഇത് ഞങ്ങളുടെ വീടല്ലടാ. നിങ്ങളുടെ വീടാണല്ലേ? നിങ്ങൾ പോകണ്ടെന്ന്. ബിസ്ക്കറ്റ് തീർക്കല്ലേ? വന്നിട്ട് കഴിക്കണം. പോയിട്ട് വരാം. അല്ലേ നമുക്ക് സാറ്റ് കളിച്ചാലേ? നിങ്ങൾ വിളിക്കൂ, ഞാൻ എണ്ണാം. അമ്മ മോൻ ചെന്ന് ഉള്ളു തുറക്കും അടയ്ക്കും എന്താന്ന് വെച്ചാ ചെയ്തോ, സംസാരിക്കുക ചെല്ലേ. തുറന്നു കൊടുത്താൽ ഞാൻ കിടന്ന് അനുഭവിക്കാം. ടെൻഷനായിട്ടായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ മനസ്സ് തുറന്നുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കാണും. പണ്ടവന് ചില പെൺകുട്ടികളായിട്ടൊക്കെ ചില അഫയർ ഉണ്ടായിരുന്നേ. എന്റെ മോളും ഒട്ടും മോശമല്ല, ഞാനും. ഇങ്ങനെ ഓടി നടക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഐഡിയ പറയാനേ എനിക്കെപ്പോഴും ഇതല്ലായിരുന്നു പണി. പയ്യേ എനിക്കെപ്പോഴും ഇതല്ലായിരുന്നടി പണി. ദൈവമേ, ലോകത്തൊരാൾക്ക് അവസ്ഥ വരുത്തല്ലേ. അതെ, നിങ്ങളൊരു തീരുമാനാക്കോ. എനിക്ക് എന്റെ മാമന്റെ മോന്റെ ബർത്ത്ഡേ ഉള്ളതാ. മാമന്റെ ബർത്ത്ഡേ അല്ല, ഇതിന്റെ 14 നടത്തുള്ള കൂട്ടിക്കേറ. മോളെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ എന്നെ പയ്യിറക്കി വിട്. ഇനി അഥവാ അവർ ഉറങ്ങിയില്ലെങ്കിൽ കുറച്ച് ഉറക്കഗുളി കൊടുത്താൽ പോരെ? ബെസ്റ്റ്. ഉറക്കോളി ഒന്നും വെക്കാത്ത ടീംസ് അവിടെ ഇരിക്കണത്. എന്നാ ഒരു ബുദ്ധിയെ, ഞാനൊരു കാർന്നോരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ 2 പേരെയും കൈപിടിച്ച് അവരങ്ങ് ഏൽപ്പിക്കാം. അയ്യേ എനിക്കിവന് വേണ്ട. കട്ടിലിന്റെ അടി കിടത്തി തേക്കി തോടി. എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു സത്യം പറയാലോ. ഞങ്ങൾ അവള് 3 മാസത്തെ ബന്ധമുള്ളൂ. ഇവനെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി കയറി വന്നത്. പിന്നെ ചേട്ടന്റെ പ്രപ്പോസൽ വന്നപ്പോ എനിക്ക് മനസ്സിൽ കണ്ടൊരാളെ പോലെ തോന്നി.
എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? എടി വഞ്ചകി. മിണ്ടാരിയടാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണിഞ്ഞാണ് നീ വഞ്ചിന്നൊക്കെ വിളിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. ഭാര്യയെ രക്ഷപ്പെടുത്തേണ്ടത് ഭാവി ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു മിനിറ്റ്. ഇതിന് എന്തിന്? മിച്ചർ കൊള്ളാം. മിച്ചറിനൊരു കാറിച്ച ചോയുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അച്ഛൻ പോയിക്കോ. അല്ല വേണ്ട, ജോത്സ്യൻ സാറേന്നോ? ഹലോ ജോത്സ്യ, എന്റെ മുഖം കണ്ടിട്ട് എന്തേലും ഒരു സമയദോഷമുണ്ടോ? ഇപ്പൊ പറഞ്ഞപ്പോഴാ മോന്റെ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. കണ്ട, ഉണ്ട്. അമ്മാവ, ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? അതിപ്പോ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണത് ഈ പൂർവികന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക എന്നുള്ളതാണല്ലോ. നമ്മുടെ മരിച്ചുപോയ അത് തന്നെ. അതാണ് ഇന്ന് എന്റെ അച്ചാച്ചൻ മരിച്ച ദിവസോ അറിയാവോ? അതിന് അച്ചാച്ചൻ മരിച്ച ഇന്നലല്ലോ. അത് നിങ്ങൾക്ക് എന്നെ അറിയാം. എന്റെ അച്ചാച്ചനല്ലേ എന്റെ അച്ഛൻ. അച്ചാച്ചൻ മരിച്ച ദിവസം എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തൊന്നുമില്ല. ഇന്നേ ഞാൻ പെണ്ണ് കാണാൻ വന്ന വിവരം അച്ചാച്ചനോട് പറഞ്ഞ. അതിപ്പോ ഞാൻ എങ്ങനാ? അതാ പറഞ്ഞ, ഒന്നും മിണ്ടണ്ട. അച്ചാച്ചൻ മരിച്ച ദിവസം അത് ഞാൻ ആദ്യം പറഞ്ഞില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു ആത്മാവിന്റെ സാന്നിധ്യം എനിക്ക് തോന്നിയിരുന്നു. അമ്മാവ, എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുതിന്. പ്രതിവിധി ഉണ്ട്. എല്ലാരും ഒരു മിനിറ്റ് കണ്ണടച്ച് എന്റെ അപ്പാപ്പനോട് പ്രാർത്ഥിക്കാം. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നാ അങ്ങ് എഴുന്നേറ്റ് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. മാനങ്ങോട്ട് എഴുന്നേക്ക്. ഹലോ, ഇതാരത്? ആരാണത്? ഏതാ നീ? ഹായ്, ഞാനിവിടത്തെ ലക്ഷ്മിയുടെ ഫ്രണ്ടാ. ആ, ലക്ഷ്മിയുടെ ഫ്രണ്ടാണോ? കല്യാണം വിളിക്കാൻ വേണ്ടി വന്നാ. അത് ശരി. മോളെ ലക്ഷ്മി, മോളുടെ കൂടെ പഠിച്ച ഒരു പയ്യൻ വന്നേക്കണു കല്യാണം വിളിക്കാൻ. നീ അങ്ങ് വളർന്നു പോയല്ല. അല്ല, ഇപ്പൊ നിങ്ങള് ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞിട്ട് കൊറേ നാൾക്ക് ശേഷമാണ് കണ്ടുകൂട്ടുന്നത്. ഇപ്പൊ LKG വെച്ചാണ് ഒന്നിച്ച് പഠിച്ചത്. പിന്നെ ഇപ്പഴാണ്. അത് ശരി, കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? അതെ, ഏതായാലും മോനിന്ന് വന്ന നല്ലൊരു ദിവസാ. ഇന്നെന്നെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി. ഇതേ പയ്യൻ, ഇതാണ് പയ്യൻ. നൈസ് ടു മീറ്റ് യു. എവിടെ വീട്? കാക്കനാട്. നിങ്ങൾ കാക്കനാട് പോവാണെങ്കിൽ എന്നെയും കൂടെ വന്നാൽ ഞാൻ വണ്ടി എടുത്തില്ല. അതെ മോനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ എന്തൊക്കെ പരിഷ്കാരം പറഞ്ഞാലും കല്യാണം വിളിക്കാൻ വരുമ്പോ ഒരു മുണ്ടെങ്കിലും എടുത്തിട്ട് വരണമെന്നുള്ളതാണ് എന്റെ ഒരു. എല്ലാ കട്ടിന്റെ അടിയിലും കല്യാണത്തിന് ലക്ഷ്മി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ മോളുടെ ഭാഗ്യം. എന്തോ ചോനെ? ഇതെന്താ നിർത്തിയ? മൂത്രമൊഴിക്കാൻ പറ്റണ്ട. ഇങ്ങോട്ട് ഇറങ്ങടാ. ചേട്ടൻ വരുന്നില്ലേ? അങ്ങോട്ട് ഇറങ്ങടാ. ഞാനും വരുന്നുണ്ട് കാക്കനാടുക്ക്. നമുക്ക് പാർട്ട് 2 കാണാം. ബൈ. അല്ല, ഇവനെങ്ങനെ വരും? എങ്ങനെയൊക്കെ വന്നോളൂ. അയ്യോ.